ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് റോബസ്റ്റ പഴം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കൊരു 2-3 റോബസ്റ്റ ഇങ്ങോട്ട് നല്ല ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതൊരു വെറൈറ്റി ആയിരിക്കും, അല്ലേ? അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ആ ടേസ്റ്റിയായിട്ട് അതൊരു എണ്ണപ്പലഹാരം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതേപോലെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. ഇനിയും വേണ്ട ഒരു അരക്കപ്പളവിൽ ഓട്സാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഓട്സും ഗോതമ്പ് പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഓട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു കൊടുക്കും. അപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് വറുത്ത് വരുന്നുണ്ട്. എനിക്ക് അതിലൊന്നിങ്ങനെ എടുത്ത് നോക്കണം. ഇതുണ്ട്, തരിതരിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുമ്പോഴത്തേക്ക് ഒരു മണം വരും കേട്ടോ. അതായത് ഓട്സിൻ്റെയൊക്കെ ഒരു മണം പോലെ നല്ലപോലെ വരും. ആ സമയത്ത് വേണം അത് റെഡിയാക്കാൻ. ഇനി നമുക്കത് ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റിനകത്തിട്ട് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് ഇടുക. ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയാണ് ഇതേപോലെ കൊണ്ട് നേരത്തെ കൊണ്ട് ഇട്ട് കൊടുക്കുക. അതായത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകമാണ്, ചെറിയ ജീരകം, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ, നല്ലതാണ്. താല്പര്യമുള്ളവർക്ക് ചേർക്കാം. കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മധുരം ഇത് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. കാര്യം കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി മധുരമൊക്കെ വേണം. അപ്പോൾ ഈ റോബസ്റ്റ പഴം നമ്മൾ ആവശ്യത്തിന് എടുക്കേണ്ടതാണ്. ഇങ്ങനെ കൊണ്ട് ഇതുണ്ട്. ഇങ്ങനെ 4 ആയിട്ട് കൊണ്ട് മുറിക്കുക. കണ്ടോ? ഇങ്ങനെ കൊണ്ട് മുറിച്ച് ഞാനൊരു 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ 4 ആയിട്ട് അങ്ങോട്ട് മുറിച്ചിടുക. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുക്കി, വെള്ളം ചേർക്കാതെ ഈ പൊടിയിലൊന്ന് മുക്കി പുരട്ടിയെടുക്കുക. ഇതേപോലെ ഇതുണ്ടോ, ഇങ്ങനെ ആദ്യമേ തന്നെ ഈ പൊടിക്കകത്തൊന്ന് പുരട്ടിയെടുക്കുക. കുറച്ച് വെള്ളം എടുത്ത് നമുക്കിതിൻ്റെ അകത്ത് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഇതൊന്ന് അയച്ചെടുക്കണം. വെള്ളം കൂടി പോകണ്ട, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഇച്ചിരി ഒഴിച്ചു. ഇനി നമുക്കത് റെഡിയാക്കാം. അടുപ്പൊന്ന് കത്തിക്കട്ടെ. അടുപ്പ് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടിയോ കടായിയോ ഇഷ്ടമുള്ളൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊരു എണ്ണപ്പലഹാരമാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ കേട്ടോ. അത് ഇങ്ങനെ കാണാവുള്ളൂ. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം വേണ്ട, ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട്, ഈ കൂട്ടി വെച്ചിരിക്കുന്ന മാവിൻ്റെ അകത്തോട്ട് മുക്കി ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. നല്ലപോലെ കോട്ടിങ് ആയതിന് ശേഷം ആദ്യമേ നമുക്ക് ഒരു 5 പീസ് അങ്ങോട്ട് ആദ്യമേ ഇട്ടാണിത്. തിരിച്ചങ്ങോട്ടിടാം. ആദ്യമേ ഇട്ടതാണ്, അത് നോക്കട്ടെ, അത് റെഡിയായി കാണും. ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പേ കോരിയെന്നേ ഉള്ളൂ. ആ
അപ്പോൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി ആ എണ്ണയൊക്കെ തോർന്ന ശേഷം ഈ പാത്രത്തിൽ വയ്ക്കും. അപ്പോൾ ബാക്കിയുടെ ഇതേപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കാം. നല്ലപോലെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ടിടുക. ഇപ്പം നമ്മുടെ അടുത്ത കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അതൊരു കൂര. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുട്ടി പഴംപൊരി എന്ന് വേണേൽ പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇപ്പോൾ റോബസ്റ്റ പഴം 2-3 ഉള്ളതുകൊണ്ട് ഞാനിത് റെഡിയാക്കിയാണ്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ ഏത്തക്കായും കൊണ്ടല്ലേ ചെയ്യുന്നത്. റോബസ്റ്റ പഴമൊക്കെ വരുമ്പോഴത്തേക്ക് 1-2 മാറ്റി വെച്ചാൽ നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. വൈകുന്നേരം ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചുമ്മാ പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഒരു പ്രാവശ്യം കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.